ഇന്നലെ രാത്രി എത്തിയ സമയത്ത് 2 വർഷം മുൻപ് ഒരാൾ മരിച്ചിട്ടുണ്ട് ഇവിടെ. അയാളുടെ മകളോട് ഇന്നലെ ചോദിച്ചു, നിങ്ങളുടെ അച്ഛന് സുഖമാണോ എന്ന്. ആ സ്ത്രീയാണിത്. ഇന്നലെ എന്താ ചേച്ചി ഉണ്ടായത്, എന്താ സംഭവിച്ചത്? ഇന്നലെ അവര് കള്ളും കൊണ്ടുവന്ന് ഇവിടെ ആൾക്കാർക്ക് വോട്ടിന് വേണ്ടിട്ട് കൊടുക്കലാണ്. പൈസയും കള്ളും കൊടുത്തിട്ടാണ് ഒരു വോട്ട് ചോദിക്കല്. വേണുവേട്ടൻ എവിടെയാന്ന് ചോദിച്ചോ? വേണോട്ടന് ചോദിച്ചായിരുന്നു. വേണോട്ടൻ മരിച്ചിട്ട് 2 വർഷമായി. കഴിഞ്ഞ കൊല്ലം വന്ന് ചോദിച്ചായിരുന്നു. ഈ കൊല്ലം രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന സമയത്ത് ഇതുപോലെ ചോദിച്ചു. ഇതേമാതിരി ചോദിച്ചിരുന്നു. വയനാട് തിരുനെല്ലിയിൽ ലീഗ് കോൺഗ്രസ് പ്രവർത്തകരെ തടഞ്ഞ് ഉന്നതി നിവാസികൾ. നെടുന്തന ഉന്നതിയിൽ രാത്രിയിലെത്തിയ പ്രവർത്തകരെയാണ് ഉന്നതി നിവാസികൾ തടഞ്ഞത്. വോട്ട് ചോദിക്കാനായി രാത്രിയിൽ ഉന്നതിയിൽ കയറരുതെന്ന് ഊരുമൂപ്പൻ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞെങ്കിലും അവഗണിച്ചെന്നാണ് ആരോപണം. ഇവിടെ ഒന്നില്ലാണ്ട് നിങ്ങൾ ഇതിന് വെറുതെ വന്ന് നിരക്കുന്നത് ഒരു ആവശ്യമില്ലാണ്ട്. അല്ല കല്ലുണ്ടെങ്കിൽ പിന്നെ സത്യം പറയാം. ഇവിടെ പിന്നെ കൂലിപ്പണി എടുത്തിട്ട് പിന്നെ രാവ് പകല് പുറകെ പോയി കൂലിപ്പണി എടുത്തിട്ട് വന്നിട്ട് ഒരു സൈഡ് അരിക്കൊണ്ട് ഇവിടെ നിന്നിട്ട് നമ്മളെ ജീവിക്കുന്നവരാ. ഇവരുടെ പൈസ ഉണ്ട് ഇവിടെ ദുബായ് പൈസ, അതുകൊണ്ട് വിലസുന്നുണ്ട്. നമുക്ക് അങ്ങനെ പറ്റൂല. നമ്മൾ അഡ്ജസ്റ്റായിട്ട് ഒരു പണിയെടുത്ത് ഞങ്ങൾ ജീവിക്കുന്നവരാ. നമുക്ക് വേണ്ടപ്പെട്ട ഒരു മാറ്റം നമുക്ക് വന്നാൽ മതി. ദീപക് മോഹനുണ്ട്. ദീപക് മോഹൻ, ലീഗ് കോൺഗ്രസ് പ്രവർത്തകരെയാണ് ഈ ഉന്നതി നിവാസികൾ തടഞ്ഞത്. എന്താണ് യഥാർത്ഥത്തിലുള്ള കാരണം? കുമാർ, നമുക്ക് കാണാം, ഇതൊരു പ്രതിഷേധമാണ്. തിരുനെല്ലി, അതായത് മാനന്തവാടി തിരുനെല്ലിയിലെ 6ാം വാർഡായ നെടുന്തന എന്ന ആദിവാസി ഉന്നതിയിൽ ഏകദേശം 99ഓളം വീടുകളിലായി 300-ലധികം വോട്ടർമാരുണ്ട്. ഇന്നലെ രാത്രിയോടുകൂടി ഈ മേഖലയിലേക്ക് ലീഗ് കോൺഗ്രസ് പ്രവർത്തകർ എത്തുകയും ആ കോളനിയിലെ ആ ഉന്നതിയിലെ ഊരുമൂപ്പൻ തടഞ്ഞ ദൃശ്യങ്ങളാണ്. ഇപ്പോൾ ഊരുമൂപ്പൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഇദ്ദേഹമാണ് നമ്മൾ കണ്ട ദൃശ്യത്തിലെ നീല കോട്ടിട്ട ആള്. ഇന്നലെ എന്താ സംഭവിച്ചത് മൂപ്പ? ഇന്നലെ രാത്രിക്ക് ലീഗുകാരും UDF-കാരും വന്നിട്ട് കള്ളും പിന്നെ പണവുമായി കോളനി കയറാൻ ശ്രമിച്ചപ്പോ നമ്മളെ കോളനി ഉന്നതികളിലുള്ള കുട്ടികള് അത് പിന്നെ തടഞ്ഞു വെച്ച ശേഷം അത് പിന്നെ എല്ലാം പിന്നെ ലീഗുകാരും പിന്നെ UDF-കാരും വന്നിട്ട് അത് എല്ലാ ഗുണ്ടൈസ് കാണിക്കാൻ വേണ്ടിട്ട് ഞങ്ങളെ കോളനിയില് എല്ലാരും വന്നു. അരുൺകുമാർ, അതായത് ഇന്നലെ രാത്രി എത്തിയ സമയത്ത് 2 വർഷം മുൻപ് ഒരാൾ മരിച്ചിട്ടുണ്ട് ഇവിടെ. അയാളുടെ മകളോട് ഇന്നലെ ചോദിച്ചു, നിങ്ങളുടെ അച്ഛന് സുഖമാണോ എന്ന്. ആ സ്ത്രീയാണിത്. ഇന്നലെ എന്താ ചേച്ചി ഉണ്ടായത്, എന്താ സംഭവിച്ചത്? ഇന്നലെ അവര് കള്ളും കൊണ്ടുവന്ന് ഇവിടെ ആൾക്കാർക്ക് വോട്ടിന് വേണ്ടിട്ട് കൊടുക്കലാണ്. പൈസയും കള്ളും കൊടുത്തിട്ടാണ് ഒരു വോട്ട് ചോദിക്കല്. വേണുവേട്ടൻ എവിടെയാന്ന് ചോദിച്ചോ? വേണോട്ടന് ചോദിച്ചായിരുന്നു. വേണോട്ടൻ മരിച്ചിട്ട് 2 വർഷമായി. കഴിഞ്ഞ കൊല്ലം വന്ന് ചോദിച്ചായിരുന്നു. ഈ കൊല്ലം രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന സമയത്ത് ഇതുപോലെ ചോദിച്ചു. ഇതേമാതിരി ചോദിച്ചിരുന്നു. ഇന്നലെ വന്ന് ചോദിച്ചിരുന്നു. വേണോട്ടനെ അവിടെ വോട്ട് ചോദിക്കാൻ വേണ്ടി വന്നതായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, വേണോട്ടൻ മരിച്ച കാര്യം നിങ്ങൾക്ക് അറിയില്ല. ഏഴോട്ട് മറ്റേ 2 വർഷങ്ങളായി കോളനിയിൽ വന്നാലല്ലേ വേണു മരിച്ചതാണ് ഉള്ളതാണെന്ന് അറിയുള്ളൂ. ഇതൊന്നും അവർക്ക് അറിയുന്നില്ല. നമുക്കെല്ലാം സഹായം ഉള്ളത് നമ്മൾ മാസ്ക് മാത്രമേ ഉള്ളൂ. ഇവര് കോളനി കാണുന്ന വോട്ടിന് മാത്രമാണ് വന്നിട്ട് കോളനി കാണുന്നത്. നമുക്ക് വെള്ളമില്ലെങ്കിൽ ഒരു റോഡ് സൗകര്യം എല്ലാം നമ്മൾ മാർക്കറ്റ് മാത്രമാണ് ഉണ്ടാക്കി തന്നത്. ഇവർ ഇത്രയും വർഷമായിട്ട് നമുക്കൊന്നും ഉണ്ടാക്കി തന്നിട്ടില്ല. അരുൺകുമാർ, അതായത് ഇവർ പറയുന്ന കാര്യം വളരെ ഗൌരവമായ കാര്യമാണ്. കാരണം ഇന്നലെ രാത്രിയോട് കൂടിയാണ് മുസ്ലിം ലീഗ് കോൺഗ്രസ് പ്രവർത്തകർ ഈ ഉന്നതിയിലെത്തുകയും ഇവരടുത്ത് മദ്യം എത്തിക്കുകയും ചെയ്തു എന്നാണ് ഇവർ പറയുന്നത്. ഇത് ഈ ഉന്നതിയിലെ ഒരു PhD വിദ്യാർത്ഥിയാണ്. എന്താണ് ഇനി ഇന്നലെ സംഭവിച്ചത്? രാത്രി ഇന്നലെ ഏകദേശം ഒരു 9 മണിയോട് കൂടിയാണ് ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. കുറച്ച് യുവാക്കളായ ആൾക്കാർ അവിടെ ഇരിക്കുന്ന നേരത്ത് കുറെ വണ്ടികൾ ഇവിടെ വന്ന് പോകുന്നുണ്ടായിരുന്നു. ആ സമയത്താണ് ഞങ്ങൾക്ക് ഈ സിറ്റുവേഷൻ ഇതെങ്ങനെ മോശമുണ്ടെന്ന് തോന്നിയപ്പോൾ കൊണ്ടാണ് ഞങ്ങളെ മദ്യം എത്തിച്ചോ? എന്താ സംഭവിച്ചത്? മദ്യം എത്തിക്കാനുള്ള ഇടങ്ങൾ 2-3 ദിവസമായി തന്നെ ഇവിടെ പല തരത്തിലുള്ള മദ്യം കൊടുത്തും പണം കൊടുത്തും സ്വാധീനിക്കാനുള്ള ശ്രമം പലതരത്തും നടക്കുന്നുണ്ട് എന്നുള്ള പലയിടത്തും ഇതുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് അവിടെ ഇരിക്കുന്ന നേരത്ത് ഒരുപാട് വണ്ടികൾ ഇങ്ങനെ വന്നു. അപ്പൊ ഞങ്ങൾക്ക് അത് ഇവിടെ മാനേജ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് ഞങ്ങൾ അവരെ വിളിച്ചത്. അന്നാണ് നമ്മളെ ഇപ്പൊ മത്സരിക്കുന്ന വാർഡ് മെമ്പറും പിന്നെ കുറച്ച് ആൾക്കാരും അതിൽ പ്രതിഷേധമാണോ? അതിൽ പ്രതിഷേധം നടത്താണ്. എന്തെന്ന് രാവിലെ ഉണ്ടായത്? കള്ളു ഒരു തന്നു, പിന്നെ പൈസയും തന്നു. ആരാ തന്നത്? കുള്ളമ്പാവ. എപ്പോഴാ രാവിലെ ഇവിടെ വന്ന് തന്നു? എന്താ പറഞ്ഞു തന്നിട്ട് പറഞ്ഞ അപ്പൊ എനിക്ക് കുറച്ച് കടലാസ് ഇവിടെ ഒത്തിട്ടൊന്നും പറഞ്ഞു. അപ്പൊ ഞാൻ